ഒമാനിൽ ബലിപെരുന്നാൾ ഈ മാസം 21 ചൊവ്വാഴ്ച ആയിരിക്കുമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗസ്റ്റ് 20 തിങ്കളാഴ്ച ദുൽഹിജ് 9 ആയിരിക്കും. സൗദിയിലും UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളും ചൊവ്വാഴ്ചയാണ് ബലിപെരുന്നാൾ. ബക്രീദ് പ്രമാണിച്ച് UAEയിലെ സർക്കാർ ഓഫീസുകൾക്ക് ഒരാഴ്ച അവധിയായിരിക്കും. ഈ മാസം 19 മുതൽ ഓഗസ്റ്റ് 25 വരെയായിരിക്കും അവധി. സ്വകാര്യ മേഖലയുടെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഓഗസ്റ്റ് 17, 18 തീയതികൾ വെള്ളി ശനി എന്ന നിലയിൽ അവധി ദിവസങ്ങളാണ്. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിൽ ഈദ് അൽ അദായുടെ ഭാഗമായി ഈ വർഷം തുറസായ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾക്ക് അനുമതി. 16 മേഖലകളായി തിരിച്ച് വൻ സുരക്ഷാ വലയത്തിലാണ് ഈദ്ഗാഹുകൾ നടക്കുക. സുരക്ഷാ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിക്കുന്നത്. ഈദ് അൽ അദ ബലിപെരുന്നാൾ നിസ്കാരങ്ങളോടനുബന്ധിച്ച് തുറസായ സ്ഥലങ്ങളിലും ഈദ്ഗാഹുകൾ ഉണ്ടായിരിക്കുമെന്ന് കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിക്കുന്നത്. 2015 ജൂൺ 26 വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനിടയിൽ 2 ഇന്ത്യക്കാരടക്കം 27 പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യത്ത് നടക്കിയ കുവൈറ്റിലെ ഷിയ മസ്ജിദിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്നാണ് സുരക്ഷാ കാരണങ്ങളാൽ ഇതുവരെ പൊതുസ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ബലിപെരുന്നാൾ നിസ്കാരത്തിന് കുവൈറ്റിന്റെ വിവിധ ഗവർണറേറ്റുകൾ കേന്ദ്രീകരിച്ച് 16 മേഖലകളിലായി ഈദ്ഗാഹുകൾ സജ്ജീകരിക്കുമെന്ന് ഔക്കാഫ് മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയം, സ്പോർട്സ് യുവജന മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് വളരെയധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുക. അതോടൊപ്പം നിരവധി മലയാളി സംഘടനകളുടെ കൂട്ടായ്മയിൽ എല്ലാ വർഷവും തുറസായ സ്ഥലങ്ങളിൽ വൻ ജനപങ്കാളിത്തത്തോടെ വിവിധ പ്രദേശങ്ങളിലായി അതിരാവിലെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാറുണ്ട്. വിലക്ക് പിൻവലിച്ചതോടെ ഈ വർഷം വീണ്ടും മലയാളികളുടെ ഈദ്ഗാഹുകൾ ഏറെ സജീവമാകുന്നതാണ്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്. എമിറേറ്റ്സ് എയർലൈൻസ് ബലിപെരുന്നാൾ അവധിക്കാലം പ്രമാണിച്ച് നിരക്കിളവ് പ്രഖ്യാപിച്ചു. ദുബായിൽ നിന്ന് 70-ലധികം സ്ഥലങ്ങളിലേക്കാണ് യാത്രാ നിരക്കിൽ ഇളവ് ലഭിക്കുക. അവധിക്കാലം പ്രമാണിച്ചാണ് എമിറേറ്റ്സ് പ്രത്യേക ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ഈ മാസം 20 വരെയുള്ള ബുക്കിംഗുകൾക്ക് നിരക്കിളവ് കിട്ടും. 1000 ദിർഹത്തിന് താഴെ ടിക്കറ്റ് ലഭ്യമാണ്. കാനഡയിലേക്ക് 4000 ദിർഹത്തിന് ടിക്കറ്റ് കിട്ടും. ലോസ് ഏഞ്ചൽസിലേക്ക് 4835 ദിർഹവും ബാങ്കോക്കിലേക്ക് 2345 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. 995 ദിർഹത്തിന് ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യാം. ദുബായ് ബെയ്റൂത്ത് യാത്രയ്ക്ക് 945 ദിർഹമാണ് നിരക്ക്. സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള കാലയളവിലെ യാത്രയ്ക്കാണ് ഇളവ് ലഭിക്കുക. ഫ്ലൈ ദുബായിയും നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഹജ്ജ് സർവീസ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 93 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി മക്ക പോലീസ് അറിയിച്ചു. 72 വ്യാജ ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളും കണ്ടെത്തി. ഇവർക്കെതിരെയുള്ള കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും പോലീസ് പറഞ്ഞു. ഹജ്ജ് സേവനം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ സ്ഥാപനങ്ങളിൽ പണമടച്ച് വഞ്ചിതരാകരുതെന്ന് മക്ക പ്രവിശ്യ പോലീസ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൽ ലത്തീഫ് അൽ ഷത്രി തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകി. സൗദിയിലുള്ള വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര തീർത്ഥാടകരെയാണ് ഇവർ ഹജ്ജ് സേവനം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചത്. 72 വ്യാജ സർവീസ് സ്ഥാപനങ്ങളുടെ പേരിൽ സേവനം വാഗ്ദാനം ചെയ്ത 93 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. അനുമതിയില്ലാതെ അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ മാസം 16 മുതൽ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി 40 ചെക്ക് പോസ്റ്റുകളാണ് പ്രവേശന കവാടങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വ്യാജ ഹജ്ജ് അനുമതി പത്രം തിരിച്ചറിയുന്നതിന് പ്രത്യേകം ഡിജിറ്റൽ സ്കാനർ ചെക്ക് പോയിന്റുകളിലെ ഉദ്യോഗസ്ഥർ. റിപ്പോർട്ട് സാങ്കേതിക കാരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈറ്റിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷം വിദേശികളെ ഒഴിവാക്കി 8000 സ്വദേശികളെ നിയമിക്കും. സർക്കാർ പൊതുമേഖലയിൽ പുതിയ സാമ്പത്തിക വർഷം വിദേശികളുടെ എണ്ണം 3000 കുറയ്ക്കാനും പദ്ധതിയുണ്ട്. സർക്കാർ സർവീസിൽ തുടരുന്ന നിരവധി ഇന്ത്യക്കാരടക്കം വിദേശികൾ ആശങ്കയിലാണ്. രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന സ്വദേശിവത്കരണ പദ്ധതി പൂർണ്ണ രൂപത്തിലാക്കുന്നതിന് സിവിൽ സർവീസ് കമ്മീഷൻ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നു. സർക്കാർ നടപ്പിലാക്കിയ നിയമം 11/2011 അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണ രൂപത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് തീരുമാനം. ഇതനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷം 8000 സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതിന് നിലവിൽ സർവീസിൽ തുടരുന്ന വിദേശികളെ ഒഴിവാക്കുന്നതാണ്. കൂടാതെ 2019-2020 സാമ്പത്തിക വർഷം രാജ്യത്തെ സർക്കാർ പൊതുമേഖലയിൽ സ്വദേശിവത്കരണം ശക്തമാക്കി തൊഴിൽ തേടുന്ന സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സിവിൽ സർവീസ് കമ്മീഷൻ വിദഗ്ധ സമിതിയുടെ പഠനം തയ്യാറാക്കുന്നതിന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം പുതിയ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിദേശികളുടെ എണ്ണം പരമാവധി 3000 നിയന്ത്രിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. വരുന്ന 5 വർഷത്തിനകം സ്വദേശിവത്കരണം പൂർത്തിയാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും നിശ്ചിത തോതിൽ വിദേശികളെ ഒഴിവാക്കുന്നതിനാണ് തീരുമാനം. സർക്കാർ പൊതുമേഖലയിൽ സ്വദേശികൾക്ക് നൽകാവുന്ന തൊഴിൽ അവസരങ്ങൾ സംബന്ധിച്ചും
സർവീസിൽ നിന്നും പിരിച്ചുവിടേണ്ട വിദേശികളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സിവിൽ സർവീസ് കമ്മീഷൻ വിവിധ സർക്കാർ വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനം സർക്കാർ സർവീസിൽ തുടരുന്ന നിരവധി ഇന്ത്യക്കാരടക്കം വിദേശികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. മലയാളി തീർത്ഥാടക മക്കയിൽ മരിച്ചു. മലപ്പുറം നിലമ്പൂർ ജനതപ്പടി ഫാർഗോ ടയേഴ്സ് ഉടമ KT ഖാദർ ഹാജിയുടെ ഭാര്യ KK സുബൈദയാണ് മരിച്ചത്. രാവിലെ ജബൽ റഹ്മ സന്ദർശനം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മടങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. മകൻ ഉമർ ഷിബിലും ഒപ്പമുണ്ടായിരുന്നു. ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ പോലും സാധാരണ പൗരനെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് ഹൈക്കോടതി അഭിഭാഷകനും ചെന്നൈ ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ അംഗവുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പുതിയ ലീഗൽ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശവും നിയമസംരക്ഷണവും ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അധികാരമെന്നും അതിനുവേണ്ടിയാണ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുസഫയിൽ ട്രക്കിന് പിറകിൽ ബസ്സിടിച്ച് ഏഷ്യൻ വംശജനായ ബസ് ഡ്രൈവർ മരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നിർത്തിയിട്ട ട്രക്കിൽ ബസ് വന്നിടിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി അബുദാബി പോലീസ് ഗതാഗത വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള യൂസഫ് അൽ സുബൈദി പറഞ്ഞു. കേരളത്തിലെ പ്രളയ ദുരിതബാധിതരെ സഹായിക്കാനായി ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലി 5 കോടി രൂപ നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക കൈമാറുക. മൊത്തം 7 കോടി രൂപയാണ് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി ലുലു ഗ്രൂപ്പ് നൽകിയത്. യൂണിമണിയുടെയും UAE എക്സ്ചേഞ്ചിന്റെയും ചെയർമാൻ ഡോക്ടർ BR ഷെട്ടി 2 കോടി രൂപയുടെ സഹായമാണ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. കേരളത്തിലെ വിപുലമായ യൂണിമണി ശൃംഖലയിലെ നൂറുകണക്കിന് ജീവനക്കാരും സന്നദ്ധ സഹായ പ്രവർത്തനങ്ങളുമായി ദുരിതബാധിത പ്രദേശങ്ങളിൽ സേവന രംഗത്തിറങ്ങിയതായി UAE എക്സ്ചേഞ്ച് ഗ്രൂപ്പ് CEO-യും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പ്രമോദ് മങ്ങാട് പറഞ്ഞു. ജോലിസ്ഥലത്തെ ദാരുണമായ അപകടത്തെ തുടർന്ന് കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഗുർബീന്ദർ സിംഗിന് അബുദാബിയിലെ ഇന്ത്യൻ സമൂഹം യാത്രയയപ്പ് നൽകി. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സൂരി പങ്കെടുത്തു. ഗുർബീന്ദറിനെ ഇന്ത്യൻ സമൂഹം സ്വരൂപിച്ച സഹായധനം ചടങ്ങിൽ കൈമാറി. ഇന്ത്യൻ പഞ്ചാബി ബിസിനസ് പ്രൊഫഷണൽ ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്.